തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് നിർണായക നീക്കത്തിലേക്ക്. രമ്യക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവനെതിരെയുള്ള ഹർജി ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കേസിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കാത്തതിനാലാണ് രമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. ആലത്തൂർ ഡിവൈഎസ്പിക്കാണ് രമ്യ ഹരിദാസ് പരാതി നൽകിയിരിക്കുന്നത്. പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥി PV അൻവറിന്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു വിജയരാഘവൻ രമ്യക്കെതിരെ സംസാരിച്ചത്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവർ ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് പറയാൻ വയ്യ, അത് പോയിട്ട് എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ. രമ്യ ഹരിദാസിന്റെ വരവോടെ CPM പരാജയം മടുത്തു തുടങ്ങിയിരുന്നു. രമ്യയുടെ പാട്ടും പെരുമാറ്റവും ജനം ഏറ്റെടുത്തു. ആലത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന LDF സ്ഥാനാർത്ഥി PK ബിജുവിനെ നേരിടാൻ യുവ വനിതാ സാന്നിധ്യമായി 33-കാരിയായ രമ്യ ഹരിദാസിനെയാണ് പാർട്ടി തിരഞ്ഞെടുത്തത്. നിലവിൽ കോഴിക്കോട് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ KSU സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. കോഴിക്കോട് കുന്ദമംഗലം കുറ്റിക്കാട്ടൂരിലെ കൂലിപ്പണിക്കാരായ PP ഹരിദാസിന്റെയും രാധയുടെയും മകളാണ് രമ്യ. പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതൽ സജീവമാണെങ്കിലും 6 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിലൂടെയാണ് രമ്യ എന്ന നേതാവ് ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് പാർലമെന്റ് സെക്രട്ടറിയും നിലവിൽ അഖിലേന്ത്യാ കോർഡിനേറ്ററുമാണ് രമ്യ. ആലത്തൂർ മണ്ഡലത്തിലെ ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെക്കുറിച്ചും രമ്യയ്ക്ക് 100 നാവാണ്. ആലത്തൂർ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ ജയിച്ചെങ്കിലും ഇക്കുറിയും വിജയം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെന്നില്ല. കാരണം ഇത്തവണ UDF പ്രവർത്തകർ സജീവമായ ഇടപെടൽ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആലത്തൂരുകാരുടെ മനസ്സും അവരുടെ വോട്ടും UDFന് അനുകൂലമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ആലത്തൂരിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന അതേ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് സാധാരണക്കാരായ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്നതാണ്. വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കോൺഗ്രസ് എടുത്ത നിലപാടിനൊപ്പം ജനങ്ങളുടെ മനസ്സ് ഇത്തവണ കോൺഗ്രസിനും UDFനും ഒപ്പമായിരിക്കും. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോർഡിനേറ്ററാണ് ഞാൻ. ഇത്തവണ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. ആ രീതിയിൽ വലിയൊരു പിന്തുണയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ അംഗീകാരമാണ്. ഞാനും ഒരു സ്ത്രീയാണ്. കേരളത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നവർക്ക് അവരുടേതായ രീതിയിലുള്ള ശൈലിയും അവരുടേതായ തനിമയുമുള്ള സ്വഭാവമുണ്ട്. ആ സ്ത്രീ ആരാണെന്നും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും ജനങ്ങൾക്കറിയാം. ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധം ജനങ്ങൾക്കുണ്ട്. പൊതുജനങ്ങളെ ആർക്കും അങ്ങനെ പറ്റിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സോളാർ വിഷയം തിരഞ്ഞെടുപ്പിൽ ഒട്ടും ബാധിക്കില്ല. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പുതിയ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് സെക്രട്ടറി രംഗത്തേക്ക് മത്സരിച്ച ഒരാളാണ് ഞാൻ. ആ സമയത്ത് PC വിഷ്ണുദാസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ടാലന്റ് ഹണ്ടിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി വിവിധതരം പ്രവർത്തനങ്ങളിൽ എനിക്ക് അവസരം തന്നു. ആ രീതിയിൽ പാർട്ടിയുടെ കേരള നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും ഇത്തവണയും ഒരു പരിഗണന നൽകിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് എന്ന് രമ്യ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.